പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. മാന്നാനം കെ സ്കൂളിലെ കൊച്ചു ചുണക്കുട്ടികൾ ഇന്നൊത്തിരി സന്തോഷത്തിലും ഉത്സാഹത്തിലുമാണല്ലോ. എന്താണാവോ കാര്യം? അതൊക്കെയുണ്ട്, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കർക്കിടകത്തിലെ കഷ്ടതയുടെ കാർമേഘങ്ങൾ നീങ്ങി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസം വരവായി. വീണ്ടും ഒരു പൊന്നോണം കൂടി ഓരോ മലയാളിയുടെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കൂട്ടുകാരെ, നമുക്കും ഈ വർഷത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചാലോ? ഓണക്കോടിയെടുത്ത് കേരളത്തനിമയുടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സുന്ദരീ സുന്ദരന്മാർക്കും എന്നെന്നും ഓർമ്മിക്കാൻ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ധ്യാൻ രഞ്ജു ചക്കയായൻ. ഞാൻ ധന്യ രഞ്ജു ചക്കയായൻ. പൊന്നോണത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും നമ്മിലേക്ക് പകർന്നു നൽകുന്ന ഈ ആഘോഷം ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം.
എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യണ്ടേ? സ്വാഗത പ്രസംഗത്തിനായി കുമാരി ഗ്രേസ് കുര്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട കെ സ്കൂൾ പ്രിൻസിപ്പലും ഡയറക്ടറുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, നമ്മുടെ ഓണാഘോഷ പരിപാടി ഓണാമൃതത്തിൻ്റെ അധ്യക്ഷൻ മെർസാർ റെവറൻഡ് ഫാദർ ബിബിൻ തോമസ് CMI, വിശിഷ്ടാതിഥി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമും വിജയ് സൂപ്പർ സിംഗർ ജൂനിയർ ഫെയിമുമായ മേധ മെഹർ, കെ സ്കൂൾ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഷാജി ജോർജ് സാർ, HSS വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റോയ് മൈക്കിൾ സാർ, വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നീത നട്രാജ് മാം, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ആദ്യം തന്നെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന മലയാളിയുടെ സ്വന്തം ആഘോഷമാണ് ഓണം. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒരു അത്തപ്പൂക്കളം ഇടാനും കുറച്ച് ഉപ്പേരി കഴിക്കാനുമുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന കാലം. തൻ്റെ സ്വന്തം ജനങ്ങളെ സന്ദർശിക്കുവാൻ എല്ലാ വർഷവും മാവേലി നാട്ടിലെത്തുന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് തിരുവോണം. കൊച്ചുകുട്ടികളുടെ സന്തോഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനാണ്. പട്ടുപാവാടയും കുഞ്ഞ് കസവുമുണ്ടുമെടുത്ത് എത്തിയ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും ഞങ്ങളുടെ മുല്ലശ്ശേരി അച്ഛൻ തന്നെ. ഇങ്ങനെ വർണ്ണാഭമായ ഒരു ഓണാഘോഷം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മുല്ലശ്ശേരി അച്ഛന് അച്ഛൻ്റെ അസാന്നിധ്യത്തിലും ഏറെ സ്നേഹത്തോടെ ഓണാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓണാമൃതം ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ മെർസാർ റെവറൻഡ് ഫാദർ ബിബിൻ തോമസ് CMI അച്ഛനാണ്. അച്ഛന് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് മനോഹരമായ പാട്ട് പാടിത്തരുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമ്മൾക്ക് സുപരിചിതയായ മേധ മെഹർ ആണ്. പ്രിയപ്പെട്ട മേധയ്ക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഒരു ചെറുചിരിയോടെ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന കെ സ്കൂൾ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെക്ഷനിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നീത നട്രാജ് മാമിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹെഡ് മാസ്റ്റർ ജോസ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറയേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എൻ്റെ ഏറ്റവും പ്രിയ കൂട്ടുകാർക്കുമാണ്. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഗ്രേസ്. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന നന്മയുടെ നിറുകുടമായ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ വരുമെന്നാണല്ലോ ഐതിഹ്യം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും. ഓരോ മലയാളിയുടെയും മനസ്സിൽ പതിഞ്ഞ മാവേലി മന്നന്റെ മനോഹര രൂപം ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് ഓലക്കുട ചൂടി അനുഗ്രഹാശസ്സുകളുമായി മഹാബലി തമ്പുരാൻ എഴുന്നള്ളുകയായി. നമുക്ക് വരവേൽക്കാം ആർപ്പവിളികളോടെ, ആദരവോടെ.
ഓണം എന്നത് കാഴ്ചയുടെ ഉത്സവം മാത്രമല്ല, സ്നേഹത്തിന്റെയും കുടുംബ സംഗമത്തിന്റെയുമാണ്. ഓണത്തിന്റെ യഥാർത്ഥ മഹത്വം കുടുംബ ഐക്യത്തിലും സ്നേഹത്തിലും ഒളിഞ്ഞിരിക്കുന്നു. മാവേലിയോടൊപ്പം ഈ കുടുംബത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഓണത്തിന്റെ നിലാവും പൂക്കളുടെ സുഗന്ധവും നിറവും ചേർന്ന് നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പൂക്കൂടെ ഏന്തിയ ഈ കുട്ടികൾ. ഇവരെയും നമുക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ആധികൾ വ്യാധികളൊന്നുമില്ല, ഓണാഘോഷങ്ങൾക്ക് പ്രത്യേക നിറം നൽകുന്ന ഒരു കലാരൂപമാണ് പുലിവേഷം. താളത്തിൽ ചുവടുകളിട്ട് നമ്മുടെ പുലിക്കുട്ടികൾ എത്തുന്നു. നല്ലൊരു കൈയടിയോടെ ഇവരെ സ്വീകരിക്കാം. ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ തിരിതെളിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗർ സീസൺ 2 മികച്ച മത്സരാർത്ഥി, ആലാപന ശൈലിയും സ്വരനിശ്ചയവും കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നമ്മുടെ കൊച്ചു ഗായിക മേധാ മെഹറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു. മലയാള ചുണ്ടിൽ മലരോണ പാട്ട്, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നമ്മുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് ഉത്സവ പ്രതീതി ഉണർത്തിച്ച കൊച്ചു കലാകാരിക്ക് ഞങ്ങൾ കീ കുരുന്നുകൾ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമ്മാനിക്കുന്നു. ഓണ സംഗീതത്തിന്റെ കുഞ്ഞു താരമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മേഘാ മെറിനെ ഗാനം ആലപിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? എന്താ ഇന്ന് സ്പെഷ്യാലിറ്റി? എന്താ ദിവസത്തിന്?
ഓണം സെലിബ്രേഷൻ അല്ലേ? അപ്പൊ ഇന്നലെ എന്തായിരുന്നു? അത്തം. ഇന്ന് ചിത്തിര. നാളെയോ? ഇന്നലെ അത്തം, ഇന്ന് ചിത്തിര. അപ്പൊ നാളെ എന്തായിരിക്കും? നാളെ ചോതിയായിരിക്കും. മറ്റന്നാളോ? മറ്റന്നാളാണോ തിരുവോണം? മറ്റന്നാള് വിശാഖം. കേരളത്തിന്റെ എന്താണ് ഓണം? ആർക്കെങ്കിലും അറിയോ? എന്ത്? കേൾക്കുന്നില്ല. എന്ത്? കേരളത്തിന്റെ ദേശീയ ഉത്സവം. ദേശീയ ഉത്സവം എന്ന് പറയരുത്, കേരളത്തിന്റെ ദേശീയ ഉത്സവം. എന്നറിയോ എല്ലാവർക്കും? അറിയോ? കുറച്ച് പേര് നല്ലോണം മിണ്ടുന്നുണ്ട്, ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചറാണോ പറഞ്ഞു മിണ്ടരുതെന്ന്? ആണോ? പിന്നെന്താ മിണ്ടാത്തെ? ഞാൻ പാട്ട് പാടാനോ? വേണോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സ്കൂളിലെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിന് ഈ സ്കൂളിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து விட்ட ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்ன இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை. மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலுலை கட்டிவிட ஆசை, சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை, முத்து முத்து ஆசை முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்ன இந்த பூமி
சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை சேற்று வயலாடி நாற்று நட ஆசை மீன் பிடித்த மீண்டும் ஆற்றில் விட ஆசை வானவிலை கொஞ்சம் உடுத்துக்குள்ள ஆசை பனி துளிக்குள்ளாடும் படுத்துக்குள்ள ஆசை சித்திரத்து மேலே சேல கெட்ட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആലാപനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട ഈ മനോഹരമായ സംഗീത നിമിഷങ്ങൾക്ക് കുഞ്ഞു മെഹറിന് ഹൃദയത്തിൽ എഴുതിയ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന മേധാ മെഹറിന് KE സ്കൂളിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഉപഹാരം സ്വീകരിക്കുന്നതിനായി മേധാ മെഹറിനെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി ഫാദർ, നന്ദി മേധ. സ്കൂളിൻ്റെ ഉന്നമനത്തിനും സുസ്ഥിതിക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ബർസാർ റെവറൻഡ് ഫാദർ ബിബിൻ തോമസ് CMIയെ ഏറെ സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നേ ദിവസത്തെ ഓണാമൃതം എന്ന KE സ്കൂളിൻ്റെ ഓണാഘോഷം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത കുമാരി മേധാ മെഹർ, സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി സാർ, അതുപോലെ തന്നെ LP സെക്ഷൻ്റെ വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന നിദാമേസ്, വേദിയിലിരിക്കുന്ന ജോസ് സാർ, പ്രിയമുള്ള അധ്യാപകരെ, കുട്ടികളെ, നമ്മുടെ ഇടയിൽ വന്ന് ഒരു കൊച്ചു കുഞ്ഞ് മേധാ മെഹർ നല്ലൊരു പാട്ട് പാടി നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ചു അല്ലേ? നമുക്ക് നല്ലൊരു കൈയൊടി ആ കുഞ്ഞ് കലാകാരിക്ക് ഒന്ന് കൊടുത്താലോ? നമ്മളിന്ന് ഇവിടെ ഓണാഘോഷത്തിന് തിരിതെളിച്ചിരിക്കുകയാണല്ലേ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളിലേക്ക് നമ്മുടെ നാട് പ്രവേശിക്കുകയാണ്, കേരളവും കേരള ജനതയുമൊക്കെ.
നമ്മൾ ഓണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഓണം എന്നും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് നൽകുന്നത്. ഇപ്പം നമ്മൾ പാടുന്ന ഒരു ട്രെൻഡ് പാട്ടുണ്ടല്ലോ അല്ലേ, ഏത് മൂഡ് ഓണം മൂഡ് അല്ലേ. അപ്പോൾ എല്ലാവരും ആ ഒരു ഓണം മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. ഇപ്പം വേറൊരു മൂഡും ഇല്ല, എക്സാം മൂഡ് മാറി, പഠിത്തത്തിൻ്റെ മൂഡ് മാറി, ഇനിയും ഓണം മൂഡാണ് അല്ലേ. കുറച്ച് നാൾ ഒരു 10 ദിവസം ഓണം മൂഡിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓണം എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ഓണത്തിന് പറയുന്ന പേരുണ്ടല്ലേ, തിരുവോണം അല്ലെങ്കിൽ പൊന്നോണം എന്നൊക്കെ പറയുന്ന ഒരു പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓണം എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ടെന്ന്. അപ്പോൾ ഓണത്തോട് നമ്മൾ ചേർന്ന് പറയുന്ന ചില വാക്കുകളുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവരോട് സാഹോദര്യം കാണിക്കണം, സ്നേഹം കാണിക്കണം, മറ്റുള്ളവരെ കരുതണമെന്നൊക്കെ. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരോട് സാഹോദര്യം കാണിക്കുവാനുമൊക്കെ ഈ ഒരു കാലഘട്ടം നമുക്കാവട്ടെ. നമ്മൾ ഓണസദ്യ ഉണ്ണുമ്പോൾ, നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ പറ്റി കരുതലോടുകൂടെ ഈ ഒരു ഓണക്കാലം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കാവട്ടെ. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ പറ്റി കരുതി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് മാവേലി ആഗ്രഹിച്ചതുപോലെ കള്ളവും ചതിയുമൊന്നുമില്ലാത്ത നല്ലൊരു നാട് അല്ലെങ്കിൽ നല്ലൊരു നാള് നമുക്കുമുണ്ടാകും. അപ്പം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. നല്ല ഒരു ഓണം മോടോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഏവർക്കും ആകട്ടെ. നന്ദി. നല്ലൊരു അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മെ ധന്യരാക്കിയ ബഹുമാനപ്പെട്ട വിപിൻ അച്ഛന് ഒത്തിരി നന്ദി. ഓണസ്മൃതികൾ ഉണർത്തിക്കൊണ്ട് മനോഹരമായ ഒരു ഗാനവുമായി കുമാരി കാതറിൻ മേരി. മലയാള
പൂവേ 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 പൂവേ. താങ്ക് യു. മനോഹരമായ ഗാനം ആലപിച്ച കാത്തറിന് നന്ദി. ഈ ആഘോഷവേളയിൽ നമ്മെ അനുഗ്രഹവചനങ്ങളാലും പ്രചോദനങ്ങളാലും നിറയ്ക്കാൻ നല്ലൊരു സന്ദേശം നൽകുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ വൈസ് പ്രിൻസിപ്പൽ ഷാജി സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ബിബിനച്ച, മഹാബലി തമ്പുരാൻ, നീത മാം, ജോസ, പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പം സന്തോഷത്തിലാണോ? എന്താ ഇപ്പം സന്തോഷം ഉണ്ടാകുവാനുള്ള കാരണം? ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ആഘോഷങ്ങളെ ഇഷ്ടപ്പെടുന്നത്? ആഘോഷം ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്നു. അതിനൊരു കാരണം വേണ്ടേ? എന്താ കാരണം? നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കാറില്ലേ? നിങ്ങൾ തന്നെ ആഘോഷിക്കുന്നത് അല്ല. നിങ്ങളുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ കാണും, പാരൻസ് കാണും, ഗ്രാൻഡ് പാരൻസ് കാണും. ഇതുകൂടാതെ നിങ്ങളുടെ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ കാണും, റിലേറ്റീവ്സ് കാണും. നിങ്ങളുടെ ഇടവകയിലും അമ്പലങ്ങളിലുമൊക്കെ പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ടോ? ഉണ്ട്. ഈ ആഘോഷം നടക്കുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ആഘോഷത്തിലേക്ക് വരുമ്പം ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒരു കുഞ്ഞു സംസ്ഥാനം ഏതാ? കേരളം. ഈ കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാ? ഓണം. ആദ്യകാലത്തിലൊക്കെ ഈ ഓണമെന്ന് പറയുന്ന കേരളത്തിൻ്റെ ദേശീയോത്സവം ഈ ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കേരളമൊക്കെ കഴിഞ്ഞ് ലോകമെമ്പാടും ഓണം ആഘോഷിക്കപ്പെടുന്നുണ്ട്. എന്താ കാരണം? എന്താ കാരണം? കാരണം മലയാളി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഓണാഘോഷവും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ വ്യക്തികളുടെ ആഘോഷമല്ല ഓണം. കേരള മണ്ണിൻ്റെ സ്വന്തം ആഘോഷമാണ് ഓണം. ഈ ഓണത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ജാതി മത ഭേദമന്യേ വർണ്ണമില്ലാതെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തും ഇല്ലാത്തവൻ അവനുള്ളത് ഉള്ളവനുമായി പങ്കുവെച്ചും ചിങ്ങമാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും പുത്തൻ ഉടുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. കാരണം പുതുവർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പുതിയ ആഗ്രഹങ്ങളും ആശകളുമായി നിങ്ങൾ ചിങ്ങമാസം കഴിഞ്ഞാൽ ഉടനെ മുമ്പോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ഈ ഓണം നിങ്ങൾക്കെല്ലാവർക്കും ആനന്ദം പകരട്ടെ. വീട് വീടാനന്തരം ഓണത്തിൻ്റെ സന്ദേശം എത്തട്ടെ. നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ പൊന്നോണം അത്യന്തം ഭംഗിയായി ആഘോഷിക്കുക. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.
നന്ദി, നമസ്കാരം. നല്ലൊരു ഓണ സന്ദേശം നൽകിയ ഷാജി സാറിന് നന്ദി. ഓണ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ വൈസ് പ്രിൻസിപ്പളായ നീത മാമിനെ ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാന്യനായ ബിപിൻ അച്ഛ, ആദരണീയനായ ഷാജി സർ, നമ്മുടെ മഹാബലി സായി കൃഷ്ണപ്രസാദ്, ജോസ് സർ, അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ. കൂട്ടുകാരാണോ കുട്ടികളാണോ? കൂട്ടുകാരാണോ കുട്ടികളാണോ നിങ്ങൾ? കൂട്ടുകാരായ കുട്ടികൾ. ഓക്കെ, ബിപിൻ അച്ഛൻ ചോദിച്ച പോലെ ഏത് മൂഡിലാണ് നിങ്ങളിപ്പോൾ? ഓണം മൂഡിൽ. ഷാജി സാറ് പറഞ്ഞു സ്നേഹം, സാഹോദര്യം ഇവയൊക്കെ ഉള്ളതാണ് ഓണമെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് ഇന്ന് എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടായത്? ഓണാഘോഷം. നിങ്ങൾ പുതിയ ഡ്രസ്സ് ഇട്ടു, കണ്ണാടിയിൽ നോക്കി, നിങ്ങളെ തന്നെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? എന്താ തോന്നിയത്? സന്തോഷം തോന്നി. അപ്പം ഇത് എന്നും തോന്നാറുണ്ടോ, അതോ ഈ ഓണത്തിന് ഡ്രസ്സ് ചെയ്തപ്പോൾ മാത്രമേ ഇന്ന് തോന്നിയുള്ളോ? എന്നും തോന്നാറുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് എന്നും സന്തോഷം തോന്നാത്തത്? ഈ ഓണം എന്ന് പറഞ്ഞ ആഘോഷം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊണ്ടാടാൻ ഉള്ള ഒരെണ്ണമാണോ? ഒരു കാര്യമാണോ? ആണോ? കാരണം ഓണം എന്ന ആഘോഷം നമ്മളോട് പറയുന്നത് നമ്മൾ സ്നേഹത്തിലും സന്തോഷത്തിലും സാഹോദര്യത്തിലും ഒരുമയോടെ ജീവിക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ എന്നും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നമ്മളെ അടിച്ചു, അപ്പം നമ്മൾ തിരിച്ച് 2 അടി കൊടുക്കും, ഇല്ലേ? അതാണോ സ്നേഹം? അല്ല. അപ്പം നമ്മൾ എന്താണ് സ്നേഹം? നമ്മളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അധ്യാപകരെ ഒക്കെ നമ്മൾ എന്നും സ്നേഹിക്കണം. അതൊരു സീസണിൽ മാത്രമുള്ളതല്ല. ഈ മൂഡ് എന്നും കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഓണം നൽകുന്ന സന്ദേശം. മലയാളികളായ നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമ്മളോട് പറയുന്നത് നമ്മൾ ജാതി മത ഭേദമന്യേ വർണ്ണവിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എപ്പോഴാണ് സ്നേഹിക്കുന്നത്? ഓണം വരുമ്പോഴോ? അപ്പോൾ ഈ ഓണം മുതൽ നമുക്ക് ഇന്നലെ മേഘ പറഞ്ഞതുപോലെ അത്തം 1-ാം ഓണം, ഇന്ന് 2-ാം ഓണം, 2-ാം ഓണമല്ല പൂക്കളം ഇടുന്ന ദിവസം. അപ്പം അങ്ങനെ 10 ദിവസം പൂക്കളം ഒരുക്കിയാണ് നമ്മൾ മഹാബലിയെ വരവേൽക്കുന്നത് തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം നമുക്ക് ഇന്ന് തീരുമാനിക്കാം, ഞാൻ എപ്പോഴും സന്തോഷമായി ഇരിക്കും. ഓണത്തിൻ്റെ സന്ദേശം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. 2, ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ, എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹത്തോടെ മാത്രമേ കാണുകയുള്ളൂ. അവിടെ വഴക്കിനും യുദ്ധത്തിനും ഒന്നും കാര്യമില്ല. 3, ഞാൻ സത്യം മാത്രമേ പറയൂ. ഇതിൽ എത്ര പേര് സത്യം മാത്രം പറയുന്നവരുണ്ട്? ഒന്ന് കാണാൻ പറ്റുമോ? സത്യം മാത്രം പറയുന്നവരുടെ കൈ. എപ്പോഴും ഒരിക്കൽ പോലും കള്ളം പറയാറില്ലേ? ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്, മിടുക്കര് കുട്ടികളാണ്. അപ്പൊ എപ്പോഴും സത്യം മാത്രം പറയുക. ഈ മഹാബലിയുടെ കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ സത്യം മാത്രം പറയുന്നവരായിരുന്നു. കൈ താത്തിയിട്ടുള്ളൂ. താങ്ക് യു, കൈ താക്കൂ. അപ്പൊ നമ്മളും ഈ ഓണത്തിന്റെ വലിയ സന്ദേശം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുക, സത്യം മാത്രം പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ. നന്ദി. അർത്ഥവത്തായ നല്ല ഓണ സന്ദേശം നൽകിയ
നീത മാമിന് ഒത്തിരി നന്ദി. നാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ പൂയിലാളെ കൊട്ടു വേണം, കൂഴൽ വേണം, കൂരാവ വേണം. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതൈതൈതോ, ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതൈതൈതോ. ആട്ടവും പാട്ടുമില്ലാതെ എന്തോണാഘോഷം! ഓണത്തുമ്പികളെ പോലെ തുള്ളിക്കളിക്കാൻ ഇതാ വരുന്നു നമ്മുടെ കൊച്ചുകൂട്ടുകാർ. അതിനു മുൻപായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ സ്റ്റേജിന് മുൻപിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ോട് ചേർന്നിരിക്കുന്ന ഉത്സവമാണ് ഓണം. മഹാബലി തമ്പുരാന്റെ സ്മരണയ്ക്കായി നാം ആചരിക്കുന്ന ഈ ദിനം സംഗീതത്തിന്റെയും കലകളുടെയുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കപ്പെടുന്നത് ഒരു മനോഹരമായ ഓണപ്പാട്ടാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഓണത്തോടുള്ള അവരുടെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. നല്ല കൈയടിയോടെ ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാട്ടുകളും അത്തപ്പൂവിൻ ചമയം ചേർന്നൊരു ചിങ്ങപ്പൊന്നോണം, ഈ ചിങ്ങപ്പൊന്നോണം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം.
കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിര. കൈകൊട്ടിക്കളി, കുമികളി എന്നൊക്കെ ഇവ അറിയപ്പെടുന്നു. പാട്ടും ചുവടുകളും കൂടിച്ചേർന്ന് നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്ന പൈതൃക കലാരൂപം. അതിമനോഹരമായ തിരുവാതിരയുമായി എത്തുന്നു നമ്മുടെ കൂട്ടുകാർ.
കൂട്ടുകാർക്ക് നന്ദി. കൂട്ടുകാരെ, വള്ളംകളിയില്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഓണത്തിന്റെ മാത്രം പ്രത്യേകതയാണിത്. കുട്ടനാടിന്റെ തനത് കലയായ വഞ്ചിപ്പാട്ടിന്റെ താളത്തിലും മേളത്തിലും ചുവട് വയ്ക്കുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാർ. ശ്യാമസുന്ദര കേരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കേരകിദാര ഭൂമി മാനവക്കു സമത നൽകിയ അവലിതൻ ഭൂമി മധുരമഹിത
ചേരി വെപ്പിന്റെ നീരാ നാടാകെ ചോറുട്ടും കയ്യാടാ മൺവെട്ടിയാലേ കൊയ്ത്തെരിവാണായി പേരയ്ക്ക് താട്ടുന്നൊരാട്ടിട്ടോടാ കത്തുന്ന വീരൻ തുണയോടെ വെള്ളപ്പടേറും ജയമോടെ കരിനില മുഴുതൊരു തനിമ വിതച്ചവർ കലകളിൽ ഒരു കുടു കവിത നിറച്ചവർ പടയണിയിൽ കളിമുതറി തുഴയുക തിത്തിത്താരാതിത്തിത്തൈ പടയണിയിൽ കളിമുതറി തുഴയുക തിത്തിത്താരാതിത്തിത്തൈ തങ്കത്തിൽ പട്ടം കെട്ടി തലയാട്ടും കൊമ്പന്റെ വമ്പപ്പം ചുണ്ടൻ വള്ളം തിരകീറി പായുന്നേ വഞ്ചിപ്പാട്ടുണ്ടേ ഇവിടെ വെട്ടിത്താളം കുത്താം കുഞ്ചക്കാറ്റുണ്ടേ വൃത്തിത്താര കൊട്ടാം അണിയത്തെ തീരും വെള്ളത്തിൽ നേരാകെ പൂവായി മൂടത്തെ അവനത്തെ പങ്കായത്തുമ്പിൽ വെയിലോളം തട്ടിപ്പാടത്തെ കുതികുത്തി ചുണ്ടൻ ഇവനൊരു കുതിരെ കുട്ടപ്പൻ കടലടിവൻ കൊടികെട്ടും തക്കിട തരികിട അതിഗംഭീരമായ വഞ്ചിപ്പാട്ടിന്റെ നൃത്താവിഷ്കാരം കാഴ്ചവെച്ച കൂട്ടുകാർക്ക് നന്ദി. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛനെ ക്ഷണിക്കുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾ: ക്ലാസ് 1 പിക്കിംഗ് സ്വീറ്റ്സ്, ഫസ്റ്റ് പ്രൈസ് ആൻഡ്രിയ റോസ് ജിപ്സൺ 1A, സെക്കൻഡ് പ്രൈസ് ശിവാനി ദാമോദർ 1B, തേർഡ് പ്രൈസ് മറിയം റോസ് മനു 1D, ക്ലാസ് 2 passing the ball, Aiden Rajiv Joseph 2A, second prize Gianna Anish 2C, third prize Nihara C Nibu 2E, class 3 Bombing the City, first prize Chedan Nivedi 3A, second prize Rayona Kishore 3A, third prize Jagan Chandusenan 3D, class 4 musical chair, first prize Tejamayi Gandharla 4A, second prize Bhavita N Krishna 4C, third prize Prithvi Chandra 4B, class 5 ring and bottle, first prize Francis Matthew 5A, second prize Rose Tessa Praveen 5C, third prize Isaac EA 5A1, design for Atapukala, first prize House Dignity Adora Alfonsa Anthony 4E, Ima Margaret Binoy 4E, Ishita Pradeep 5E, second prize Integrity Naomi Krishna 4D, Sarah Sojan 4E, Joanna Lucy Jane 5B, third prize രണ്ട് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നു, എമിറ്റി ആൻഡ് യൂണിറ്റി. എമിറ്റി ഗ്രൂപ്പിലെ നൈനിക നവോമി 4B, ജിയന മറിയ സോജൻ 5V, കല്യാണി ജീവൻ 5D, യൂണിറ്റി ദക്ഷ ലാൽ 5D, ശ്രീലക്ഷ്മി ദീപക് 4E, ജുവൽ ജിജോ 5B. നന്ദി ഫാദർ. ഏതൊരു പരിപാടിയുടെ മനോഹാരിത അതിൻ്റെ ശുഭകരമായ പര്യവസാനം സാധ്യമാകുമ്പോഴാണ്. ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കുമാരി കല്യാണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. സ്നേഹ ബഹുമാനപ്പെട്ട കെ സ്കൂൾ പ്രിൻസിപ്പലും ഡയറക്ടറുമായ
റെവറൻഡ് ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, ഓണാമൃതം ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷന ബർസർ റെവറൻഡ് ഫാദർ ബിബിൻ തോമസ് CMI, ഇന്നത്തെ വിശിഷ്ട അതിഥി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമും വിജയ് സൂപ്പർ സിംഗർ ജൂനിയർ ഫെയിമുമായ പ്രിയപ്പെട്ട മേധ മെഹർ, സ്കൂൾ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഷാജി ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നിത നടരാജ് മാം, ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോസ് സർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ആദ്യം തന്നെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തുമ്പയും തുളസിയും കുടമുല്ല പൂവുമായി മറ്റൊരോണക്കാലം കൂടി വരവായി. പൊന്നിൻ ചിങ്ങമാസത്തിൽ മാവേലിയെ വരവേക്കാൻ കൊട്ടും പാട്ടും മാനയും ഓണക്കളികളുമായി കീംസ് ഒരുങ്ങിക്കഴിഞ്ഞു. കീംസിലെ കൊച്ചു കൂട്ടുകാരായ നമ്മൾ ഓണാഘോഷത്തിന്റെ നിറവിലാണ്. ഈ വേളയിൽ ഇന്നത്തെ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവരോടും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കാൻ കാരണം കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന, കുട്ടികൾ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനാണ്. ഇന്ന് നമ്മൾ ഇവിടെ കണ്ടതെല്ലാം നമുക്കായി അച്ഛനൊരുക്കിയ ഓണസമ്മാനമാണ്. സ്കൂൾ പ്രിൻസിപ്പലും ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI അച്ഛൻ്റെ അസ്യാനത്വത്തിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷനായ ബർസർ റെവറൻഡ് ഫാദർ ബിബിൻ തോമസ് CMI ഞങ്ങളെ കാണാൻ ഇവിടെ എത്തിക്കുന്ന ഞങ്ങൾക്ക് ഓണസന്ദേശവും നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ആശംസകൾ അറിയിക്കുകയും നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മേധ മെഹറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മേധ കോഴിക്കോടുകാരിയാണ്. സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടി മേധയുടെ പാട്ടുകൊണ്ട് ഇത്രയും സന്തോഷകരമാക്കി തീർത്തത് മേധയെ ഇവിടെ എത്തിച്ച മേധയുടെ മാതാപിതാക്കളാണ്. അവർക്കും സ്നേഹത്തോടെ സ്കൂൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കാണാനും അനുഗ്രഹിക്കാനുമായി എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട മഹാബലിക്ക് സ്കൂൾ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് ഓണ സന്ദേശം നൽകിയ സ്കൂൾ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ശ്രീ ഷാജി ജോർജ് സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നിത നടരാജ് മാമിനാണ്. ഞങ്ങളോട് കൂടെ എപ്പോഴും ആയിരിക്കുകയും ഞങ്ങൾക്ക് ഓണ സന്ദേശം നൽകുകയും ചെയ്ത നിത മാമിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോസ് സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ആൻറ്റിമാർക്കുമാണ്. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ് നല്ലൊരു ഓണക്കാലം ഏവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ദേശീയ ഗാനത്തിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയ